ഒരു ജൂബിലിക്ക് രണ്ട് മുഖങ്ങളുണ്ടാവണം. ഒന്ന് പുറകോട്ട് നോക്കാൻ, ഒന്ന് മുന്നോട്ട് നോക്കാൻ. നമുക്ക് പുറകോട്ട് നോക്കാം. 150 വർഷം മുമ്പ് കവുങ്ങുംപ്രയാർ എങ്ങനെ ഇരുന്നിരിക്കാം? യാത്രാ സൗകര്യങ്ങളില്ലാതെ കൂടുതലും വള്ളത്തിൽ സഞ്ചരിക്കുന്നൊരു കാലം, വിദ്യാലയങ്ങൾ കുറവായൊരു കാലം, പള്ളികൾ വളരെ കുറവുള്ളൊരു കാലം, വേണ്ടത്ര വസ്ത്രം ധരിക്കാൻ ചുറ്റുപാടില്ലാത്തൊരു ദാരിദ്ര്യകാലം, ഒരു ലോകമഹായുദ്ധം കഴിഞ്ഞ ഒരു ചുറ്റുപാട്. ഇന്നൊരു വലിയ ദിവസമാണ്. ജൂലൈ മാസം 12-ാം തീയതി 1889 ജൂലൈ മാസം 12. സെമിനാരി കേസ് എന്ന് പറയുന്ന കേസ് സഭയിലെ മെത്രാപ്പൊലീത്തായ്ക്ക് എതിരായി കൊടുത്ത കേസ്. തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കേസ് അന്ന് നവീകരണ പക്ഷത്തിന് എതിരായി വിധിച്ച ഒരു ദിവസം. പള്ളികളെല്ലാം സെമിനാരിയും വിട്ടുപോരേണ്ടി വന്ന ഒരു ദിവസം. പിന്നെ ഒരു 4 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ അന്നത്തെ മെത്രാപ്പൊലീത്ത പിൻഗാമിയെ വാഴിക്കാതെ കടന്നുപോയ ഒരു കാലം. ഇതിൻ്റെ എല്ലാം മധ്യത്തിലാണ് കവുങ്ങുംപ്രയാറിൽ ഒരു പള്ളി മാർത്തോമാ ശ്ലീഹായുടെ പേരിൽ സ്ഥാപിക്കാൻ നിങ്ങളുടെ പൂർവികർക്ക് ദൈവം കൃപയും അനുവാദവും കൊടുത്തത്. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന നമ്മുടെ ആളുകൾക്ക് ഒരു വരുമാനം ഉള്ളത് എന്തായിരുന്നെന്ന് ചോദിച്ചാൽ കരിമ്പ് കൃഷി ആയിരുന്നിരിക്കാം. അന്ന് നാട് മുഴുവൻ അതായിരുന്നു. മെച്ചമായ ജീവിതചര്യകളൊന്നും ഇല്ലായിരുന്നെങ്കിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ കഴിഞ്ഞു. ഒരു കൊച്ചു കൂട്ടായ്മയായിരുന്നു അന്നിവിടെ ഉണ്ടായിരുന്നത്. ആ കാലം മുതൽ ഇതുവരെ ഈ പള്ളിയിലുണ്ടായിരുന്ന ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ ഞങ്ങളുടെ പൂർവികർക്കെല്ലാം ഇപ്പം ദൈവം ഒരു ജീവൻ കൊടുത്ത് അവരെ എല്ലാവരെയും ഈ പള്ളിക്കകത്തേക്ക് കൊണ്ടുവന്നാൽ അവരെ കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിക്കും. തമ്പുരാനെ, എത്രയോ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ ഒരു സമൂഹത്തിൽ പിൻതലമുറക്കാരായ ഇവർക്ക് അനുഗ്രഹീതമായൊരു പള്ളി, മനോഹരമായി പൂർത്തിയാക്കിയ ഒരു പള്ളി, അവരെല്ലാവരെയും കണ്ട് വിദ്യാസമ്പന്നരായ മക്കൾ, ആരോഗ്യ ദൃഢഗാത്രരായ മനുഷ്യർ, സൗന്ദര്യമുള്ള ആളുകൾ എല്ലാം കണ്ട് അവർ മനഃപൂർവ്വമായി ദൈവത്തെ നമസ്കരിക്കും. അചഞ്ചലമായ ക്രിസ്തു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹമായിരുന്നുകൊണ്ട് പരമാർത്ഥികളുമായിരുന്നു. ഈ നാട്ടിലെ മറ്റു സമൂഹങ്ങൾ ക്രിസ്ത്യാനികളെ വളരെ വിലമതിച്ചിരുന്നു. അന്ന് നമ്മുടെ പൂർവികർ കൊപ്ര ആട്ടി എണ്ണയുമായി വരുമ്പോൾ ഈ നാട്ടിലെ ആളുകൾ പറയും, നിങ്ങൾ വന്ന് ഈ എണ്ണ തൊടണം, അപ്പോൾ ഈ എണ്ണ ശുദ്ധമാകും. നിങ്ങൾ ശുദ്ധിയുള്ളൊരു മാർഗത്തിൽ നിൽക്കുന്നവരാണ്, ശുദ്ധിയുള്ള ദൈവത്തെ ആരാധിക്കുന്നവരാണ്. നിങ്ങൾ മൂലം ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. അത്രമാത്രം ക്രിസ്ത്യാനികൾക്ക് വിലയുണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. ദാരിദ്ര്യമുണ്ടായിരുന്നുവെങ്കിലും വിശ്വാസത്തിൽ സമ്പന്നരായിരുന്നു, സത്യസന്ധരായിരുന്നു, പരമാർത്ഥതയുള്ളവരായിരുന്നു. ഇതൊക്കെയായിരുന്നു കൈബദലായി ഉണ്ടായിരുന്ന കാര്യങ്ങൾ. നമുക്ക് ഈ കാലത്ത് ഇതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് വന്ന വ്യതിചലനം. ഇനി മുമ്പോട്ട് നോക്കാം. 10 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ പള്ളി എങ്ങനെ ഇരിക്കും? എല്ലാ പള്ളിയിലും കൂടുതൽ കാണാനുള്ളത് പ്രായം ചെന്നവരെയാണ്. 70 വയസ്സിന് മുകളിലുള്ളവർ കൂടുതൽ. കുട്ടികൾ കുറയുന്നു. പണ്ടൊക്കെ പള്ളിയുടെ മുമ്പിലായിരുന്നു ഇവരുടെ സീറ്റ്. അപ്പോൾ നമുക്കവരെ കാണാം. എത്ര പിള്ളേരുണ്ട്, അവർ വഴക്ക് ഇടിക്കുന്നതൊക്കെ കാണുന്ന ഒരു രസമാണ്. ഈ ധൂപത്തിൻ്റെ മണവും ഈ മെഴുകുതിരിയുടെ വെട്ടവും കണ്ട് അവർ വളരും. ഒരിക്കലും പള്ളി വിട്ടു പോകത്തില്ല.
കാലം ചെന്ന ഭാഗ്യസ്മരണീയനായ മാത്യൂസ് ദിദിയൻ ബാവ ഒന്നിച്ച് ഞാനൊരു പള്ളി കൂദാശയിൽ പങ്കെടുത്തു. അപ്പോൾ ബാബ അവരോട് പറയുന്നു, മക്കളെ, ഇവിടെയല്ലോ നിങ്ങൾ ജനിച്ചത്, ഇവിടെയല്ലോ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്, ഇവിടെയല്ലോ കുടുംബജീവിതത്തിലേക്ക് വന്നത്, ഇവിടെ നിന്നല്ലോ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നത്. ക്രിസ്തുവിന് ആത്മീയ മക്കളെ പ്രസവിക്കുന്ന വയറെന്ന് മാമോദീസ തൊട്ടിയെക്കുറിച്ച് പറയും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ കണ്ണിയം ആണ് മാമോദീസ തൊട്ടി. വിശ്വാസത്തിൽ ജനിപ്പിക്കപ്പെട്ടവരുടെ സ്ഥലം, വയറ്. എല്ലാവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പരിശുദ്ധ കുർബാന, ഒരപ്പത്തിൽ നിന്ന് എല്ലാവരും ഭക്ഷിക്കുന്നു, ഒരു ആത്മാവിനെ പാനം ചെയ്യുന്നു. ഭയങ്കര പവറാണ്. ഇവിടെയല്ലോ നിങ്ങൾ ജനിച്ചത്, ഇവിടെയല്ലോ നിങ്ങൾ ഭക്ഷിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ മന്ന എന്ന കുർബാന അനുഭവത്തിലൂടെ മരണമില്ലാത്തൊരു അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ പള്ളിയല്ലേ നിങ്ങളെ സഹായിക്കുന്നത്. 2 വ്യത്യസ്ത വീടുകളിൽ താമസിച്ചിരുന്ന നിങ്ങൾ ഇവിടെ നിന്നല്ലേ ഒന്നായത്, കുടുംബജീവിതം പ്രവേശിച്ചത്. പള്ളിയല്ലേ നിങ്ങളെ ഒന്നിപ്പിക്കുന്നതിന് കാരണമായത്. ഈ പള്ളിയിൽ നിന്നല്ലേ നിങ്ങളെല്ലാവരും നിത്യമായൊരു ഉറക്കത്തിന് വേണ്ടി ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുമ്പോൾ ഈ പള്ളിയിലല്ലേ അഭേദ്യമായൊരു ബന്ധമാണ്. കുട്ടികൾക്കും വലിയവർക്കും പ്രായം ചെന്നവർക്കും എല്ലാവർക്കും പള്ളി അപ്രകാരം ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു അനുഭവം, ഒരു സ്മരണയുമാണ്. ഈ 151 വർഷം എന്ന് പറയുമ്പോൾ നിങ്ങളെ എല്ലാവരെയും രൂപപ്പെടുത്തിയത് ഈ പള്ളിയാണ്. നിങ്ങളെല്ലാം ഈ ബെഞ്ചിലിരിക്കുന്നത് നിങ്ങളുടെ ആരുടെയും നന്മ കൊണ്ടല്ല, നിങ്ങളുടെ പൂർവികരുടെ നന്മ കൊണ്ടാണ്, നിങ്ങളുടെ മാതാപിതാക്കളുടെ ഭക്തിയും വിശ്വാസവും കൊണ്ടാണ്. അധികം വിദ്യാഭ്യാസമില്ലായിരുന്നെങ്കിൽ അവർ ദൈവവിഷയമായി സമ്പന്നരായിരുന്നു. നമുക്ക് ഈ വിശ്വാസം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളും കുറഞ്ഞു വരികയാണ്. കുട്ടികളില്ലാത്തൊരു കാലമെന്ന് പറഞ്ഞാൽ എന്താണ്? ഭയാനകം പോലെ തന്നെയാണ്. സഭ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ അടൂരെ ഡോക്ടർ എന്നോട് പറഞ്ഞു, തിരുമേനിയെ കല്യാണം കഴിപ്പിക്കുമ്പോൾ അവസാനം അവരോട് പറയണം, കുട്ടികൾ 4-5 വേണം, ഓർത്തോണം എന്ന് പറഞ്ഞു വേണം വിടാമെന്ന് പറഞ്ഞു. 10-12 കുട്ടികളുണ്ടായിരുന്ന ഒരു കുടുംബങ്ങളിലാണ് നമ്മളൊക്കെ പിറന്നതെങ്കിൽ ഇന്ന് അശേഷം അത് നഷ്ടപ്പെട്ടു പോകും. ഒറ്റയാൻ കുട്ടികളെ താൻ തോന്നികളാണ്, നിർബന്ധ ബുദ്ധിക്കാരാണ്. ഇടിച്ചും തൊഴിച്ചും ഒക്കെയാണ് അത് പണ്ട് പരുവത്തിലാക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് കല്യാണം വേണ്ട എന്ന് പറയുന്ന കുട്ടികൾ വളരുന്നു. നമുക്കൊന്നിച്ച് താമസിക്കാം, വിവാഹം വേണ്ടെന്ന് പറയുന്ന മക്കൾ ഉണ്ടായി വരുന്നു. ദൈവത്തെ തന്നെ തോൽപ്പിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും നാട്? യെശയ്യാ പ്രവചനം ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവസാനം പറയുന്നു, ദേശം ശൂന്യമായി പോകും. ആളില്ലാത്ത വീടുകൾ നമുക്ക് ധാരാളം ഉണ്ടാകും. അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ ആളുകൾ ഇവിടെ വന്ന് കയറുന്നു. അവർ 10 സെൻറ്റ് വീതം മേടിച്ച് കുറച്ച് കഴിയുമ്പോൾ വസ്തുവും വീടുകളും അവരുടേതായി തീരും. നമ്മളറിയാത്തൊരു ജനതതി ഇവിടെ വന്നു ചേരും. ഭയാനകമാണ്. ചിന്തിക്കുമ്പോൾ ഭയപ്പെടണം. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവേൻ എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തെ മറന്നു കളഞ്ഞാൽ ഞങ്ങളെ കീറിക്കളയുന്ന പറയും. കഠിനമാണ് വാക്കുകൾ. നമ്മുടെ വീടുകൾ അതുകൊണ്ട് യഥാസ്ഥാനപ്പെടണം. നിങ്ങൾ വീണ്ടും നിങ്ങളുടെ വീട് ഉറച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും ദൈവഭക്തിയിൽ വളർത്തണം. ദൈവത്തെ ഭയപ്പെടാൻ പഠിപ്പിക്കണം. അതില്ലാത്തതാണ് ഈ കാലത്തിൻ്റെ മറ്റൊരു ദോഷം. ആര് ചോദിക്കാൻ? പാതിരാത്രിയിൽ മകൻ വന്ന് കതകിന് മുട്ടുമ്പോൾ കതക് തുറക്കാൻ പേടിക്കുന്നു എന്ന് പറയുന്ന അമ്മമാരുണ്ടാകുന്ന ഒരു കാലം. എല്ലാം നമ്മുടെ കുഴപ്പം കൊണ്ടാണ്. ഞാനൊരു വൈദികനായിട്ട് ഇപ്പോൾ 50 വർഷം. ഞാനോർത്ത് നിങ്ങളെന്നെ വിളിച്ചത് അതിനുവേണ്ടിയാണെന്നാണ് വിചാരിച്ചത്. ആരും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല.
50 വർഷമാകുമ്പോൾ അന്ന് വേദപുസ്തകം മുഴുവൻ വായിച്ച കുട്ടികളുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ 90% പേരും കൈപൊക്കുമായിരുന്നു. ഇന്നെനിക്ക് ഭയമാണ്. നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നുണ്ടോ? വായിച്ചിട്ടുണ്ടോ? ഈ 66 പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഉത്തരം നേരത്തെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കാറില്ല. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപാകെ വന്ന ഈ 8 കുട്ടികളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചത് 2 മാസം കൊണ്ട് ഞാനിത് വായിക്കും, നിർബന്ധിക്കണം. അവരും നിങ്ങൾ വായിക്കുന്ന കാണാത്തതുകൊണ്ടാണ് വായിക്കാതിരിക്കുന്നത്. നിങ്ങളും വേദപുസ്തക വായന കുറവാണ്. അതിൽ നിന്നാണ് മെത്രാനും അച്ഛന്മാരും ഉണ്ടായി വരുന്നത്. അപ്പോഴത്തെ സ്ഥിതി നിങ്ങൾ ഓർത്തേ. ഇപ്പോൾ എല്ലാം മെച്ചമെന്ന് തോന്നിയെങ്കിലും ഭയാനകമാണ്. എനിക്ക് പാഴ്സി സമൂഹത്തെ പോലെയാണ് മാർത്തോമ്മക്കാർ ഷ്രിങ്ക് ചെയ്ത് വരികയാണെന്നാണ് പത്രക്കാർ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് യാതൊരു ബോധവുമില്ലാതെ നമ്മളും വളരുന്നു. അതുകൊണ്ട് ഈ കാലഘട്ടത്തെ ചുവരെഴുത്തുകളെ മനസ്സിലാക്കി വളരാൻ ദൈവം തന്ന നല്ലൊരു ആയുസ്സാണ്. വളരെ ബന്ധപ്പെടും. നിങ്ങളുടെ എല്ലാ വീടുകളിലും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ഉണ്ടാവണം. ഈ ദിവസത്തെ പോലെ എല്ലാ ദിവസവും പള്ളി ആരാധനയും വന്നിരിക്കണം. മക്കളെ എല്ലാവരും കൊണ്ടുവന്നിരിക്കണം, നിഷ്കർഷിക്കണം, ഡിസിപ്ലിൻ ഉണ്ടാക്കണം. അപ്പോൾ തകർന്നു പോകാത്ത ഒരു അനുഭവം ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങളെ കൊണ്ട് കവുങ്ങപ്രയാറ് മാത്രമല്ല, തിരുവല്ല താലൂക്ക് മുഴുവൻ അനുഗ്രഹിക്കപ്പെടാൻ കഴിയണം. എല്ലാറ്റിനും നമുക്ക് ദൈവത്തിന് നന്ദിയും സ്തുതിയും പറയണം. മാർത്തോമ്മ സഭയ്ക്ക് കേരള നിയമസഭയിൽ ഒരു അംഗത്തെ ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു MLA മാർത്തോമ്മക്കാരനായിട്ട് വന്നിട്ടുണ്ട്. മാർത്തോമ്മക്കാരൻ MLA ഉള്ളപ്പോൾ നമുക്ക് മാർത്തോമ്മക്കാരൻ എന്താകുമെന്ന് ലോകത്തെ പഠിപ്പിക്കാൻ പറ്റിയൊരു സമയമാണ്. MLA ഇന്ന് നേരത്തെ പള്ളി വന്നെന്ന് എന്നോട് പറഞ്ഞു. നല്ല കാര്യം. ഭാര്യ വീടായി കൊണ്ട് വന്നതല്ല എന്നും ഈ കാര്യത്തിലുണ്ട്. എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. MLA എല്ലാ ഞായറാഴ്ചയും പള്ളികളിൽ പോകണം. ഒരു വേദപുസ്തകമായിട്ട് പോകണം. അവൻ്റെ വല്യപ്പൻ്റെ അപ്പനെ പോലെ ഒരു സാക്ഷ്യമുള്ള ഒരു MLA ആയിട്ട് നമുക്ക് വർഗീസ് മാമൻ അഡ്വക്കേറ്റ് തീരണം. അത് മതി. അല്പം എന്ന് പറഞ്ഞല്ലോ കർത്താവ്, സ്വല്പം ഉപ്പ് എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു മനുഷ്യനെ കൊണ്ട് നമുക്ക് കാണിക്കണം ഒരു മാർത്തോമ്മ MLA എങ്ങനെയായിരിക്കും ജനങ്ങളുടെ മധ്യത്തിൽ, ജനങ്ങളുടെ കൂടെ. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലും തോൽപ്പിച്ചതാണ് വർഗീസ് മാമൻ. അതുകൊണ്ട് ഞങ്ങൾ നന്മ നേരുന്നു. കൂടുതൽ അനുഗ്രഹകരമായ ശുശ്രൂഷകാലം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ ഒരു കാര്യം പറയാൻ, ഡൽഹിയിൽ നമുക്കൊരാളുണ്ട്. അങ്ങനെ ഒരു MP-യെ ഈ കാലയളവിലെല്ലാം പത്തനംതിട്ടയ്ക്ക് ഒരു MLA MP-യെ നമ്മളെ പ്രതിനിധീകരിക്കാൻ ഒരാൾ തലസ്ഥാനത്തുണ്ട് എന്ന് പറയുന്നത് എത്ര അഭിമാനമാണ്. ആൻ്റണി MP ഈ കാലയളവിലൊക്കെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. എന്ത് വിശാലമാണെന്നറിയാമോ? എവിടെയെല്ലാം ഓടി ചെന്നാലാണ് കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നത്. നമുക്ക് ഇവർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കണം. നമ്മളെല്ലാ ഞായറാഴ്ചയും പ്രധാനമന്ത്രിക്ക് വേണ്ടിയും പ്രസിഡന്റിന് വേണ്ടിയും പഞ്ചായത്ത് പ്രസിഡന്റിന് വേണ്ടിയും MLAയ്ക്ക് വേണ്ടി MP-ക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കണം. അവരെ ശക്തി ധരിച്ച് പോകണം. ഇപ്പം നമുക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റുണ്ട്, പഞ്ചായത്ത് മെമ്പറുണ്ട്. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അവരും നന്മ ചെയ്ത് അനുഗ്രഹകരമായൊരു ക്രിസ്തു സാക്ഷ്യം നിർവഹിക്കാൻ ദൈവം സഹായിക്കട്ടെ. 31 വൈദികർ ഈ പള്ളിയിൽ ശുശ്രൂഷ ചെയ്തു. അവരുടെ ഒരു കാലയളവ് വളരെ അനുഗ്രഹകരമായൊരു സുവിശേഷ ദൗത്യം നിർവഹിക്കാൻ ദൈവം ശക്തീകരിച്ചു. ഈ പള്ളിയിൽ നിന്നും വൈദികരുണ്ടായി. ഇന്ന് വൈദിക ഞായറാഴ്ചയാണല്ലോ. അവരെ ഈ പള്ളിയിൽ നിന്ന് പട്ടമേറ്റ എല്ലാവരെയും ഓർക്കാം. ഫിലിപ്പോസ് അച്ഛൻ മുതൽ ഇങ്ങനെയുള്ള എല്ലാ വൈദികർക്കും വേണ്ടി സ്തോത്രം ചെയ്യാം. ഇനി വൈദികരുണ്ടാവണം. 10 വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് 10 വൈദികരെ സഭയ്ക്ക് കൊടുക്കാൻ കഴിയണം. നിങ്ങളുടെ പിള്ളേരെ പ്രേരിപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കണം. നീ പോടാ, ചെന്ന് വചനം പഠിക്കുക. വചനം കേൾക്കാത്ത അനേകർ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് പറഞ്ഞൊരു തീവ്രത കൊടുക്കുമ്പോൾ ഈ 150-ാം വർഷം കുറേ കൂടെ ഹൃദ്യവും മനോജ്ഞവും മനോഹരമായൊരു അനുഭവമായി നിങ്ങൾക്ക് മാത്രമല്ല സഭയ്ക്ക് അനുഗ്രഹമായി തീരും. ഈ കുട്ടികളും
യൗവനക്കാരായ മക്കളും സേവികാസംഘവും മിഡ്ഡവ് മിഷനും ഗായസംഘവും എല്ലാം ധന്യമായ ഒരു ശുശ്രൂഷകാലത്തിന് വേണ്ടി ഒരുക്കപ്പെടാൻ വേണ്ടി ദൈവം നിങ്ങൾക്ക് തന്നതാണ്. അവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനും ഈ വൈദികനായത് 1976 ജൂൺ മാസം 12-ാം തീയതിയാണ്. അതുകൊണ്ട് 50 വർഷം ഞാനും ഈ സഭയിൽ ശുശ്രൂഷിപ്പാൻ, 33 വർഷം ഒരു മെത്രാനായി പ്രവർത്തിപ്പാൻ, 8 വർഷം 8 ഭദ്രാസനങ്ങൾ ശുശ്രൂഷ ചെയ്യുവാനൊക്കെ ദൈവം അനുഗ്രഹകരമായ ഒരു അനുഭവം ദൈവം എനിക്ക് നൽകി തന്നു. എല്ലാം തമ്പുരാൻ്റെ കൃപ, തമ്പുരാൻ്റെ ദയ. നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കണം. ദൈവകൃപ ഏറെ അനുഭവിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് തുണയ്ക്കട്ടെ. നിങ്ങളോട് ചേർന്ന് ആരാധിപ്പാനും ഈ ശതോത്തര രജത ജൂബിലിയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുപ്പാനും കൃപ ചെയ്ത ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ഈ വലിയ സമ്മേളനം ഏറെ സന്തോഷത്തോടുകൂടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് വിരമിക്കുന്നു.